ENLIGHT College 8 മാസം കൊണ്ട് +2 SSLC എല്ലാ വർഷവും 100% വിജയം. PSC UPSC അംഗീകാരം. LLB എൻട്രൻസ് കോച്ചിംഗ് 3-year 5-year LLB പ്രവേശന പരീക്ഷാ പരിശീലനം. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ BA BCom MA MCom B.Ed എല്ലാ കോഴ്സുകൾക്കും റെഗുലർ ശനി ഞായർ ക്ലാസുകൾ. ENLIGHT College ടോംസ് പാർക്ക് പെരുമ്പാവൂർ കോളേജ് ജംഗ്ഷൻ കോലഞ്ചേരി. ഹലോ, ഒക്ടോബർ പരീക്ഷ ക്യാൻസൽഡ്, ഇങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുത്തുകൊണ്ട് തമ്പനെയിൽ കൊടുത്തുകൊണ്ട് പല വീഡിയോസും ഇറങ്ങുന്നുണ്ട്. എന്താണ് സത്യം? ക്യാൻസൽ ചെയ്തോ അതോ ചെയ്യാൻ സാധ്യതയുണ്ടോ? ഇനി ഒക്ടോബർ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഞാൻ പ്രദീപ് കുമാർ, ചെയർമാൻ ENLIGHT കോളേജ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒക്ടോബറിലെ പരീക്ഷ മക്കളെ ക്യാൻസൽ ചെയ്യുവാനുള്ള ഒരു സാധ്യതയുമില്ല. അപ്പം നിങ്ങളുടെ ഈ ആകാംക്ഷയെ മുതലെടുത്തുകൊണ്ട് ഒക്ടോബർ എക്സാം ക്യാൻസൽഡ് എന്ന് തമ്പനെയിൽ കൊടുത്തു നിങ്ങളെക്കൊണ്ട് വീഡിയോ കാണുവാനുള്ള ആകാംക്ഷ ഉണ്ടാക്കുവാനുള്ള പല പരിപാടികളും പല യൂട്യൂബ് ചാനലിലും പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യക്കാർ ചെയ്യുന്നുണ്ട്. അതിലൊന്നും പോയി തല വെച്ച് കൊടുക്കല്ലേ. കാരണം ഒക്ടോബർ ബാച്ചിലെ പരീക്ഷ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. എൻ്റെ അഭിപ്രായത്തിൽ പരീക്ഷ ഉണ്ടാകും. കാരണം മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ കൊറോണയുടെ ഗ്രാവിറ്റി കുറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതും കുറയും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അതുകൊണ്ട് ഒക്ടോബർ പരീക്ഷ ക്യാൻസലാകും എന്ന പ്രതീക്ഷയിൽ മക്കളാരും ഇരിക്കരുത്. പഠിച്ച് തുടങ്ങുക, നന്നായി പഠിക്കുക. നന്നായി പഠിച്ചാൽ പരീക്ഷയെല്ലാം പാസ്സാകും. പിന്നെ TMA വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പല സെൻറ്ററുകളിലും കുട്ടികളുടെ ഫോൺ വിളികളാണ്. എന്തിനാണ് അവരിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഈ ഓഗസ്റ്റ് 31 വരെ TMA വയ്ക്കുവാൻ സമയമുണ്ടായിരുന്നു. അവർക്ക് കുറച്ച് സമയം കൊടുക്കൂ. അവിടെ ജോലി ചെയ്യുന്നവരൊക്കെ മനുഷ്യന്മാരാണ്. അപ്പോൾ മനുഷ്യ സഹജമായിട്ടുള്ള രീതിയിൽ, മനുഷ്യ സാധ്യമായ രീതിയിൽ മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ചില സെൻറ്ററുകളിൽ കുറച്ച് കുട്ടികളുടെയൊക്കെ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് വരുന്നുണ്ട് എന്ന് കരുതി ബാക്കി എല്ലാ കുട്ടികളും വിളിച്ചിട്ട് എൻ്റെ മാർക്ക് വന്നില്ല എന്ന് വിളിച്ച് ചോദിക്കരുത്. മാർക്ക് വന്നു എന്നൊക്കെ പലരും പറയുന്നുണ്ട്, യൂട്യൂബ് ചാനലൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ അവർ ഉദ്ദേശിക്കുന്നത് കുറച്ച് പേരുടെ വന്നിട്ടുള്ളൂ എന്നാണ്. അപ്പോൾ അത് വരും. നിങ്ങളത് തിരക്ക് കൂട്ടല്ലേ. സമാധാനപൂർവ്വം കാത്തിരിക്കൂ. സമാധാനമാണല്ലോ ഏറ്റവും വലുത്. അപ്പോൾ നിങ്ങൾ ആരും പാനിക് ആകണ്ട, ഭയപ്പെടേണ്ട. TMA മാർക്ക് വരുവാൻ ഇനിയും സമയം ധാരാളം കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനലിൽ കൂടെ പറയും നിങ്ങൾക്ക് അവസാന നിമിഷത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഒരു 2 ആഴ്ചയൊക്കെ 3 ആഴ്ചയോ കഴിയുമ്പോൾ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കൂ. ഇനി മാർക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? 3 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ TMA മാർക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, മുകളിൽ ഐ കാർഡിലും കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും സ്ഥാപനത്തിൽ ചേർന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടാകില്ല. നിങ്ങൾ വറി ചെയ്യേണ്ട, അവർ അത് നോക്കി വെച്ചുകൊള്ളും. നിങ്ങൾ അവിടെ വിളിച്ചിട്ട് എൻ്റെ TMA മാർക്ക് വന്നോ എന്നൊന്ന് ചോദിച്ചാൽ മതി. അവരെല്ലാം ചെയ്ത് നിങ്ങൾക്ക് തന്നുകൊള്ളും. ഈ സ്വന്തമായിട്ട് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. സ്വന്തമായിട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ അവരുടെ മാർക്ക് വരുന്നില്ല, അവരുടെ കോമ്പിനേഷൻ ശരിയാകുന്നില്ല, പരീക്ഷാ ഫീസ് അടയ്ക്കാൻ അറിയുന്നില്ല, അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഒരു സ്ഥാപനത്തെ ആശ്രയിച്ചു കൊണ്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് കിട്ടും. പക്ഷേ അത് ചേരുമ്പോൾ ശ്രദ്ധിക്കണം, ആ സ്ഥാപനം വിശ്വസനീയമാണോ, അവർക്കിതൊക്കെ ചെയ്ത് പരിചയമുണ്ടോ, കാര്യങ്ങൾ അറിയുന്ന ആളുകളാണോ, എത്ര വർഷത്തെ പരിചയമുണ്ട്, അവർക്ക് ലൈസൻസ് ഉണ്ടോ, അവർ പൈസ മേടിക്കുന്നതൊക്കെ അവരുടെ പേഴ്സണൽ അക്കൗണ്ടിലാണോ, അത് കമ്പനി പേരിലാണോ, ഇതൊക്കെ നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അത് മറ്റൊരു കാര്യം. പിന്നെ പ്രാക്ടിക്കൽ ഉണ്ടാകുമോ ഇല്ലയോ? പ്രാക്ടിക്കൽ ഉണ്ടാകാനാണ് സാധ്യത. കാരണം ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കുട്ടികളുടെ പ്രാക്ടിക്കൽ പരീക്ഷയൊക്കെ കഴിഞ്ഞ വർഷം നടത്തിയിരുന്നു. മിക്കവാറും സ്കൂളുകളിലൊക്കെ പരീക്ഷകൾ നടക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ സ്കൂളുകൾ തുറക്കാൻ പോകുന്നു. അങ്ങനെ ഒരു വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ പ്രാക്ടിക്കൽ പരീക്ഷ ഉണ്ടാകാനാണ് സാധ്യത. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ റെക്കോർഡ് ബുക്ക് എല്ലാം റെഡിയാക്കി വെക്കുക. റെക്കോർഡ് ബുക്കിൻ്റെ മാറ്ററുകളും സംഭവങ്ങളും സംശയമുള്ളവർക്ക് വിളിക്കുക. റെക്കോർഡ് ബുക്ക് ശരിയാക്കി വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടിക്കലിന് വേണ്ടി തയ്യാറായിട്ടിരിക്കുക. ആ പ്രാക്ടിക്കലിൻ്റെ
ടൈം ടേബിൾ വന്നതിന് ശേഷം മാത്രമേ അതുമായിട്ട് നിങ്ങൾക്ക് ആ സെൻറ്ററിൽ പോകേണ്ട ആവശ്യമുള്ളൂ. ഇനി പേഴ്സണൽ കോൺടാക്റ്റ് പ്രോഗ്രാം ചില ഓതറൈസ്ഡ് സ്റ്റഡി സെൻറ്ററിൽ നടത്താറുണ്ട്. ഇപ്പോൾ കൊറോണ ഈ കാലഘട്ടത്തിൽ ഒരിക്കലും അത് നടക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ നടക്കാൻ സാധ്യതയില്ല. ഇനി പിന്നീട് വരുമ്പോൾ അത് അറിയിക്കും. കാരണം കേരളത്തിൽ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കുവാനുള്ള അനുമതി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ഒരു വശം നിങ്ങൾ തൽക്കാലത്തേക്ക് മറന്നുകൊള്ളൂ. അപ്പോൾ മക്കളെ എല്ലാവരും പഠിച്ച് തുടങ്ങുക, പ്രാക്ടിക്കലിനുള്ള തയ്യാറെടുക്കുക, തിയറി പഠിച്ചു തുടങ്ങുക, റിവിഷൻ ആരംഭിക്കുക. ഓക്കെ. ഇനി ഏതെങ്കിലും വിദ്യാർത്ഥികൾ പരീക്ഷാ ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ അവർക്ക് 1500 രൂപ സൂപ്പർ ഫൈനോടുകൂടി ഇപ്പോൾ പരീക്ഷാ ഫീസ് അടയ്ക്കാം. 6-ാം തീയതി വരെ, അതായത് സെപ്റ്റംബർ 6-ാം തീയതി വരെ നിങ്ങൾക്ക് അതിനുള്ള സമയമുണ്ട്. ഈ കുട്ടികൾ മാത്രമല്ല, മുൻകാലങ്ങളിൽ പരീക്ഷ എഴുതാൻ കഴിയാതിരുന്ന ആളുകൾ, ഏതെങ്കിലും വിഷയങ്ങൾ തോറ്റുപോയവർ, അവർക്കും ഇപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് പരീക്ഷ എഴുതാം. പക്ഷേ 1500 രൂപ സൂപ്പർ ഫൈൻ ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഞാൻ പ്രദീപ് കുമാർ, സൈനിങ് ഓഫ്. ബൈ ബൈ.